السلام عليكم ورحمة الله. إليكم يا شباب لقطة من جريدة المدينة اليومية. العنوان: إطلاق أول مركز مطالبات لتأمين مركبات السعوديات. التفاصيل: شهدت جدة افتتاح أول مركز مطالبات مركبات مخصص للسيدات على مستوى المملكة في شركة سلامة للتأمين التعاوني، والذي يعتبر الأول من نوعه، ويهدف إلى تيسير إجراءات الحصول على التعويضات المستحقة وفق وثائق التأمين على المركبات المملوكة من قبل السيدات. وقالت مديرة المركز إنه تم تخصيص قسم خاص للسيدات يقوم بإدارته كادر النساء مؤهل في مجال التأمين على مدار اليوم. وأشارت إلى أن المركز سيعمل بموظفات حاصلات على مؤهلات عليا في مجال التأمين ولديهن الخبرة الكافية للتعامل مع العميلات. السلام عليكم. ഇവിടെ നമ്മൾ ഇന്നത്തെ വാർത്താ ക്ലിപ്പ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പ്രയോഗങ്ങളും കുറച്ച് വെക്കാബുലറി ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി ഈ വാർത്തയിൽ ഹെഡിങ്ങിൽ പറഞ്ഞ ഇത്ലാഖ്, അത് നമ്മൾ ആദ്യത്തെ ക്ലിപ്പിൽ, ഇതിന്റെ മുന്നത്തെ ക്ലിപ്പിൽ പറഞ്ഞതാണ്. ഇത്ലാഖ് എന്ന് പറഞ്ഞാൽ ലോഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അനൗൺസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ വരുന്നത് മർക്കസ് മുത്താലബാത്ത്. മർക്കസ് മുത്താലബാത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ക്ലൈമിംഗ് സെന്റർ എന്നാണ്. അതായത് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നഷ്ടപരിഹാരങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു സമ്മാനം അടിച്ചു, അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാനുള്ള, നേടിയെടുക്കാൻ, അത് അവകാശം ചോദിച്ചു വാങ്ങണമെന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ അത് ക്ലെയിം ചെയ്യാനുള്ള ഒരു സെന്റർ. അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു തരത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ പറയുന്നുണ്ട്. ഇതിലൊക്കെ അവ്വൽ മർക്കസ് മുത്താലബാത്ത് ക്ലെയിമിംഗ് സെന്റർ എന്നുള്ള പേരിൽ സൗദിയാത്താണ്. സൗദി വനിതകളുടെ വാഹനങ്ങൾ, അതിന്റെ ഇൻഷുറൻസിന്റെ ക്ലെയിമിംഗ് സെന്റർ. അവർക്ക് ഒരു ക്ലെയിമിംഗ് സെന്റർ മുമ്പില്ല, ഇതാദ്യമായിട്ട് ലോഞ്ച് ചെയ്യുകയാണ്. പിന്നെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഷഹീദത്ത് ജിദ്ദ ഇഫ്തിതാഹ് അവ്വൽ മർക്കസ് മുത്താലബാത്ത് പറഞ്ഞു. മർക്കബാത്ത് മുഖസ്സസ് ലിസ്സയ്യിദാത്ത്. ഇവിടെ മുഖസ്സസ് ലിസ്സയ്യിദാത്ത് എന്ന് പറഞ്ഞാല് മുഖസ്സസ് എന്നുള്ളതിന് പ്രത്യേക അർത്ഥം നോക്കണ്ട. മർക്കബാത്ത് മുഖസ്സസ് ലിസ്സയ്യിദാത്ത് എന്ന് പറഞ്ഞാല് വനിതകളുടെ വണ്ടികള്, വാഹനങ്ങള്. അതായത് വനിതകൾ, സ്ത്രീകൾ ഡ്രൈവ് ചെയ്യുന്ന വാഹനങ്ങൾ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. മർക്കബാത്ത് മുഖസ്സസ് ലിസ്സയ്യിദാത്ത്. പിന്നെ മറ്റൊരു വാക്കാണ് അലാ മുസ്തവൽ മംലക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുസ്തവ എന്ന വാക്ക് കൂടുതലായിട്ടും പത്രങ്ങളിലൊക്കെ രണ്ട് അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമുക്ക് മുസ്തവക്ക് ലെവൽ, നിലവാരം എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷെ ആ അർത്ഥമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അലാ മുസ്തവൽ മംലക എന്ന് പറഞ്ഞാല് സൗദിയിൽ ഉടനീളം, അൽ മംലക്ക എന്ന് പറഞ്ഞാൽ, മംലക്ക എന്ന് പറഞ്ഞാൽ കിങ്ഡം എന്നാണ്. അൽ മംലക്ക ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ മംലക്കത്തുൽ സൗദിയ അൽ അറബിയ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അല മുസ്തവൽ മംലക്ക എന്ന് പറഞ്ഞാല് ഈ സൗദിയിൽ ഉടനീളം, അക്രോസ് ദി കിങ്ഡം. പിന്നെ ശരിക്കത്ത് സലാമലി തഅമീനി തആവുനി എന്ന് പറഞ്ഞ കമ്പനിന്റെ പേരാണ്. മറ്റൊന്ന് ഉപയോഗിച്ചുള്ളത് വല്ലദി യുഅ്തബറുൽ അവ്വലു മിൻ ഔഹി. നമ്മൾ മലയാളത്തിലൊക്കെ ഇപ്പൊ വാർത്തകളൊക്കെ പറയുകയാണെങ്കിൽ ഇതാദ്യമായി വരുന്നു, ഒരു സംരംഭത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാദ്യമായി എന്നൊക്കെ പറയില്ല. ആ ഒരു അർത്ഥത്തിലാണ് വല്ലദി യുഅ്തബറുൽ അവ്വലു മിൻ ഔഹി. പിന്നെ വയഹ്ദിഫു ഇലാ തയ്സീരി ഇജ്റാഅത്തിൽ ഹുസൂൽ അലാ തഅവീലാത്തിൽ മുസ്തഹഖ. തയ്സീർ എന്ന് പറഞ്ഞാൽ ഈസിയാക്കുക, എളുപ്പമാക്കുക എന്നുള്ള അർത്ഥത്തില്. പിന്നെ ഇജ്റാഅത്ത്, നടപടികൾ, പ്രൊസീജിയേഴ്സ്. ഇജ്റാഅത്തിൽ ഹുസൂൽ പറഞ്ഞാൽ ഒബ്റ്റൈൻ, നേടിയെടുക്കുക. അലാ തഅവീലാത്തിൽ മുസ്തഹഖ എന്ന് പറഞ്ഞാല് നമ്മൾ പേയബിൾ കോമ്പൻസേഷൻസ്, അതായത് ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടേണ്ട, ലഭിക്കേണ്ട, മുസ്തഹഖ എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരങ്ങൾ, അത് നേടിയെടുക്കാൻ, ഹുസൂൽ, അത് നേടിയെടുക്കാനുള്ള നടപടിക്രമങ്ങൾ എളുപ്പമാക്കുക എന്നാണ് പറയുന്നത്. വിഫ്ക വസായിഖി തഅമീൻ അലൽ മർക്കബാത്തിൽ മംലൂക മിൻ ഖിബലി സയ്യാത്തി. വിഫ്ക എന്ന് പറഞ്ഞാൽ ആസ് പെർ, അനുസരിച്ച്. വിഫ്ക വസായിഖി തഅമീൻ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് പോളിസി അനുസരിച്ച്. വസായിഖ് ഇവിടെ വസീഖ, വസായിഖ് പോളിസി. അപ്പോ ഇൻഷുറൻസ് പോളിസി അനുസരിച്ച്. ഏത് ഇൻഷുറൻസ്? അലൽ മർക്കബാത്തിൽ മംലൂക മിൻ ഖിബലി സയ്യാത്ത്. ലേഡീസ് ഓൺഡ് വാഹനങ്ങളുടെ ഇൻഷുറൻസ് പോളിസി അനുസരിച്ച്. അതായത് സ്ത്രീകളുടെ വാഹനങ്ങളുടെ ഇൻഷുറൻസ് പോളിസി അനുസരിച്ച് നമുക്ക് കിട്ടേണ്ട കോമ്പൻസേഷൻസ്,
അത് നേടിയെടുക്കാനുള്ള നടപടികൾ എളുപ്പമാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അൽ മംലൂക മിൻ കിബലി സയ്യിദാത്ത്, നമുക്ക് ഒറ്റ വാക്കിൽ തന്നെ പറയാം, ലേഡീസ് ഓണർമാരായിട്ടുള്ള വാഹനങ്ങൾ. പിന്നെ വക്കാലത്ത് മുദീറത്തുൽ മർക്കസ് ഇന്നഹു തമ്മ തഖ്സീസു ഖിസ്മിൻ ഖാസ് ലിസയ്യിദാത്ത്. തമ്മ തഖ്സീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അലോക്കേറ്റ് ചെയ്തു എന്നൊക്കെ പറയില്ലേ, അലോക്കേറ്റ് ചെയ്യുക. കിസ്മു ഖാസ് ഒരു സ്പെഷ്യൽ കൗണ്ടർ, സ്പെഷ്യൽ സെക്ഷൻ തന്നെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മലയാളത്തിൽ പറയാം. ലിസയ്യിദാത്ത് ലേഡീസിന് യഖൂമു ബിഇദാറത്തിഹി ഖാദിർ നിസാഇ. ഇവിടെ യഖൂമു ബിഇദാറത്തിഹി അത് ഭരിക്കുന്നു, അത് കൺട്രോൾ ചെയ്യുന്നു, അത് അഡ്മിൻ ചെയ്യുന്നു എന്നുള്ള അർത്ഥം. കാമ ബിഇദാറത്തി. പിന്നെ ഖാദിർ നിസാഇ, ഖാദിർ എന്ന് പറഞ്ഞാല് നമ്മളെ ഇംഗ്ലീഷ് വാക്ക് അറബീകരിച്ചതാണ്. നമ്മൾ കേഡർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു വാക്കാണത്. ഖാദിർ നിസാഇ എന്ന് പറഞ്ഞാൽ ലേഡീസ് സ്റ്റാഫ്. ഖാദിർ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് എന്നാണ് അർത്ഥം. ഈ വാക്ക് ഖാദിർ നിസാഇ, അത് ഖാദിർ തന്നെ ഒറ്റ വാക്കാണ്. പിന്നെ അതിനൊരു ഉദാഹരണം തന്നെയാണ് ഈ ഖാദിർ എന്നത്. നിസായി ആയിട്ടും ഖാദിറത്ത് എന്ന് പറഞ്ഞില്ലല്ലോ, അതിങ്ങനെ തന്നെ പറയുള്ളൂ. ഖാദിർ അതിന്റെ പ്ലൂരൽ വരുന്നത് ഖവാദിർ എന്നാണ്, അല്ലാതെ ഖാദിറൂൻ ഖാദിറാത്ത് എന്ന് പറയാൻ പറ്റില്ല. ഖവാദിർ നിസായിയ ലേഡീസ് സ്റ്റാഫുകൾ, അല്ലെങ്കിൽ ഖവാദിർ വത്തനിയ എന്ന് പറഞ്ഞാൽ ലോക്കൽ സ്റ്റാഫുകൾ, സ്വദേശി സ്റ്റാഫുകൾ എന്നുള്ള അർത്ഥത്തിൽ ഖാദിർ നിസായി എന്ന് പറഞ്ഞാൽ ലേഡീസ് സ്റ്റാഫ്. പിന്നെ ഈ ലേഡീസ് സ്റ്റാഫാണ് ഇത് അഡ്മിൻ ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തില്. അതുപോലെ തന്നെ ഇവിടെ യക്കൂമു എന്നാണ് പറഞ്ഞത്, ലേഡി ആയിട്ട് പോലും, പക്ഷെ ആ ഖാദിർ എന്നുള്ള വാക്ക് നോക്കിയിട്ട് പറഞ്ഞതാണ്. പിന്നെ ഒന്നുള്ളത് മുഅഹൽ ഫി മജാലി തഅമീൻ. ഈ ഖാദിർ നിസായി ലേഡി സ്റ്റാഫ് മുഅഹൽ ക്വാളിഫൈഡ് ആണ് ഫി മജാലി തഅമീൻ ലി തഖ്ദീമി അർക്കൽ മുസ്തവയാത്ത് മിനൽ ഇനായ. ടു പ്രൊവൈഡ് അർക്കൽ മുസ്തവയാത്ത് മിനൽ ഇനായ, ഹൈ ലെവൽ. അല മുസ്തവൽ മംലക്ക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അക്രോസ് ദി കൺട്രി എന്ന് പറഞ്ഞത്, പക്ഷെ ഇവിടെ അർത്ഥം അർക്കൽ മുസ്തവയാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ലെവൽ, നിലവാരം എന്നാണ്. അർക്കൽ മുസ്തവയാത്ത് പറഞ്ഞാൽ ഹൈ ലെവൽ, നല്ല നിലവാരമുള്ള. മിനൽ ഇനായ കെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ കസ്റ്റമർ കെയർ ആണ് ഉദ്ദേശിക്കുന്നത്. മിനൽ ഇനായ ബിൽ അമീലാത്ത് കസ്റ്റമർ കെയർ. അപ്പൊ കസ്റ്റമർ കെയറിൽ നല്ല നിലവാരം പ്രൊവൈഡ് ചെയ്യാന് പിന്നെ ക്വാളിഫൈഡ് ആയ ലേഡി സ്റ്റാഫാണ് ഇത് അഡ്മിൻ ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് വാഷാറത്ത് ഇല. ഇപ്പൊ നമ്മള് വക്കാലത്ത് മുദീറത്ത് എന്ന് പറഞ്ഞ ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ പറഞ്ഞു, നമ്മൾ പത്രത്തിലൊരു ഭാഷയാണത്. നമ്മൾ ചൂണ്ടിക്കാട്ടി, നയം വ്യക്തമാക്കി, എത്തി നോക്കി എന്നൊക്കെ പറയില്ല. അതേപോലെ വാഷാറത്ത് ഇല എന്ന് പറഞ്ഞാൽ ഇവിടെ ചൂണ്ടിക്കാട്ടി. എന്ത് സൂചിപ്പിച്ച് ചൂണ്ടിക്കാട്ടി? ഇല അന്നൽ മർക്കസ് സയഅമലു ബിമുവള്ളിഫാത്ത് ഹാസിലാത്ത് അലാ മുഅഹലാത്ത് ഉൽയ. ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള സ്റ്റാഫുകൾ, മുവള്ളിഫാത്ത് എംപ്ലോയീസുമായാണ് ഈ സെന്റർ പ്രവർത്തിക്കുന്നത് ഇൻഷുറൻസ് മേഖലയിൽ. പിന്നെ പറയുന്നത് വലദഹിന്നൽ ഖിബ്റൽ കാഫിയ, മതിയായ ഇനഫ് എക്സ്പീരിയൻസ്, എക്സ്പീരിയൻസ് ഉണ്ട് ലിത്താമലു മൽ അമിലാത്ത് കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ട്. അപ്പൊ കസ്റ്റമറിനോട് പിന്നെ സംസാരിക്കാനും അവരുടെ ഇടപഴകാനും ഒക്കെ നല്ല മതിയായ പരിജ്ഞാനമുള്ള എക്സ്പീരിയൻസ് ഉള്ള പിന്നെ ഇൻഷുറൻസ് മേഖലയിൽ ഹൈ ക്വാളിഫൈഡ് ആയ പിന്നെ സ്റ്റാഫുകളുമായാണ് ഈ സെന്റർ പ്രവർത്തിക്കുന്നത് എന്ന്. ഇതാണ് ഈ വാർത്തയിലെ ആകെ മൊത്തം പറയുന്നത്. പിന്നെ ഇതിനെ മലയാളം പരിഭാഷ എന്ന് പറയാൻ പറ്റില്ല, മലയാളം ആശയം എന്ന് ഞാൻ പറയാണ്. അത് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു മലയാളം ആശയാണ്, നേരെ പരിഭാഷയല്ല. കാരണം ഒരു ഭാഷക്കും നേരെ പരിഭാഷ, മറ്റൊരു ഭാഷയിൽ നേരെ പരിഭാഷ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഭാഷകൾ പല രീതിയിലാണ് വരുന്നത്. ഓരോ വാക്കിനും അതിൻ്റെതായ ശരിക്കും ആപ്റ്റായിട്ടുള്ള നേരെ പരിഭാഷ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ ഒരു ആശയം ട്രാൻസ്ലേഷൻ ചെയ്യുക, ഏകദേശം ആശയത്തിലുള്ള മലയാളം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ വോയിസ് കേൾക്കുക. ഇതിനു മുമ്പ് ഞാൻ അറബിയിൽ വായിച്ച വോയിസ് കേൾക്കുക. ഈ പത്ര കട്ടിങ്ങുകൾ വായിക്കുക, എന്നിട്ട് ഈ ശബ്ദം കേൾക്കുക. മലയാളത്തിലുള്ള പരിഭാഷ ഞാനിടും, അത് വായിക്കുക. അത് വായിച്ചിട്ട് പിന്നെ കുറച്ച് വാക്കുകളൊക്കെ നമുക്ക് അനലൈസ് ചെയ്തിട്ട് പിന്നെ പോവാം. ഇന്ന് ഈ പോസ്റ്റ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. പിന്നെ ഇതുമായി ബന്ധമല്ലാത്ത അറബി ഭാഷയിലുള്ള മറ്റു ചർച്ചകൾ ഇൻഷാ അല്ലാഹ് ഞാൻ രാത്രി 8 മണിക്ക് ശേഷം മാത്രമേ ഞാൻ ഉണ്ടാവുള്ളൂ. എല്ലാ സമയത്തും നമുക്ക് ഇതുമായി തന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് ജോലിയൊക്കെ ഉള്ളതല്ലേ. അപ്പൊ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇതൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ ചോദിക്കാം, എന്നോട് അല്ലെങ്കിൽ ആരോടും ചോദിക്കാം. എനിക്ക് കഴിയുന്നതുമാതിരി ഞാനും മറുപടി നൽകും.
ചാറ്റിലൂടെയോ വോയിസിലൂടെയോ ഡാറ്റ ചാറ്റിലൂടെയോ ഞാൻ മറുപടി നൽകും. പിന്നെ ഇതുമായി ബന്ധമല്ലാത്ത മറ്റു അറബി ഭാഷയുമായി ബന്ധമുള്ള ചാറ്റിങ്ങുകൾ അല്ലെങ്കിൽ ചർച്ചകൾ രാത്രി ആവാവുന്നതാണ്, ഒഴിവാക്കുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും.